കേരളത്തിന് മേൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഈ ഒരു സാമ്പത്തിക ഉപരോധത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, കേരളം ഒട്ടേറെ പുതിയ പദ്ധതികളാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കിക്കൊണ്ട് നിരവധിയായ പുതുതായ പദ്ധതികളാണ് അത് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കാർഷിക മേഖലകളിലും ഒട്ടനവധി മേഖലകളിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കിക്കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അങ്ങനെ കേരളം ഒട്ടനവധി പദ്ധതികളിൽ മുമ്പിൽ നിൽക്കുമ്പോൾ, ജനങ്ങൾക്ക് ആവശ്യപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കി കൊണ്ടുപോകുമ്പോൾ, ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതൊന്നും സഹിക്കാൻ വയ്യാതെ ഭരണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടും കേരളത്തിനകത്ത് ഭരണമുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയും ജനവിരുദ്ധ നയങ്ങളാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തികമായി കേരളത്തെ ഉപരോധിക്കുക എന്നുള്ളത്. സാമ്പത്തികമായി കേരളത്തെ ഉപരോധിക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിന് കിട്ടേണ്ട ഫണ്ടുകളെല്ലാം നിഷേധിച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന ഒരു നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. പക്ഷേ ആ കേന്ദ്രം സ്വീകരിക്കുന്ന നയങ്ങളെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളെന്നും ഇടതുപക്ഷത്തിനൊപ്പം കേരള സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഞങ്ങൾ പറയുന്ന പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫണ്ട് തരുള്ളൂ എന്നൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. ഇത്തരം നിലപാട് കാരണം സർവശിക്ഷ അഭിയാൻ പോലുള്ള ഒട്ടനവധി ഫണ്ടുകളാണ് മുടങ്ങിക്കിടക്കുന്നത്. കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ ഫണ്ടുകൾ പോലും ലഭിക്കുന്നില്ല. വിദ്യാഭ്യാസ രംഗത്ത് പോലും ഇത്തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നോക്കിക്കാണുന്നത്? അതെ, ഞാൻ പറഞ്ഞു, നേരത്തെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖല കുട്ടികൾ പാഠപുസ്തകങ്ങളില്ലാതെ, കുട്ടികൾക്ക് പഠിക്കാൻ അവസരങ്ങളില്ലാതെ, ഉച്ചക്കഞ്ഞി കിട്ടാതെ, ഉച്ചക്കഞ്ഞിയിൽ ഒരുപാട് ഭക്ഷണത്തിനകത്ത് മോശമായ വസ്തുക്കൾ കണ്ടെത്തിയ സംഭവങ്ങളെല്ലാം നമ്മുടെ കേരളത്തിനകത്ത് നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നെല്ലാം വ്യത്യാസമായി ഉച്ചഭക്ഷണ പദ്ധതികളായിക്കോട്ടെ വളരെ മാതൃകാപരമായ ഇടപെടലുകളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖലയിലും ആ ഒരു വളർച്ചയുണ്ടാകുന്നു. അപ്പോൾ അതിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വളർച്ചകളെയെല്ലാം തകർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഇടപെടലുകൾ കേന്ദ്രം നടത്തി വരുന്നത്.